നമ്മൾ ഇന്ന് യാത്ര പോകുന്നത് കൊച്ചിയിലെ ക്യൂൻസ് വാക്ക്വേയിലേക്കാണ്. അവിടെ വാക്ക്വേ കാണാൻ നല്ല രസമാണ്, വൈകുന്നേരം പോകാനൊക്കെ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ അവിടെ നമ്മൾ ഇന്നൊരു പ്രത്യേക കടയിലേക്കാണ് പോകുന്നത്. ഈ സായന നടത്തത്തോടൊപ്പം തന്നെ ഭക്ഷണവും നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഐറ്റമാണല്ലോ. അപ്പോൾ അവിടെ ഒരു ദിവ്യയുണ്ട്. തങ്ങളുടെ പ്രതിസന്ധികളോട്, ജീവിത പ്രതിസന്ധികളോടൊക്കെ പടപൊരുതിക്കൊണ്ട് അവിടെ ദിവ്യ തുടങ്ങിയ ഒരു കടയുണ്ട്. ഇഷ്ടവിഭവങ്ങൾ കഴിക്കാൻ എത്തുന്നവർക്ക് വലിയ ഒരു ആശ്രയ കേന്ദ്രമായി ദിവ്യയുടെ ആ കട മാറുകയാണ്. അപ്പോൾ അവിടേക്കാണ് നവമി ദിനേശിന്റെ യാത്ര. കുറേ നാളായി ഒരു സ്പെഷ്യൽ ചീസി ബ്രെഡ് ഓംലെറ്റ് കഴിക്കാൻ ഒരു കൊതി. നമ്മൾ കൊച്ചി നഗരത്തിൽ ഇങ്ങനെ കറങ്ങി അവസാനം ഒരിടത്ത് അത് കണ്ടുകിട്ടി. എവിടെയാന്നല്ലേ? ക്യൂൻ വാക്ക്വേയില് വിദ്യ ചേച്ചിയുടെ കട. നമുക്ക് ചേച്ചിനോട് തന്നെ ഈ സ്പെഷ്യൽ റെസിപ്പിയെ കുറിച്ചും ഒപ്പം ചേച്ചിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചേച്ചിയെ പരിചയമുണ്ടാകും, പല മാധ്യമങ്ങളിലൂടെയും നമ്മൾക്ക് പരിചിതരായിട്ടുള്ള രണ്ട് മുഖങ്ങളാണ്. ചേച്ചി ഇതേ സ്പെഷ്യൽ ചീസി ഓംലെറ്റ് തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ്. ചേച്ചി ഞങ്ങൾ കുറേ കറങ്ങി, ഒരുപാട് പേരെടുത്ത് ചോദിച്ചപ്പോഴാണ് ഇവിടെ വന്നാൽ നല്ല സൂപ്പർ ഓംലെറ്റ് കിട്ടും എന്ന് പറഞ്ഞത്. ആണോ? പറയുന്നുണ്ട്, ആൾക്കാർ പറയുന്നുണ്ട്, നല്ലതാന്ന് പറയുന്നുണ്ട്. അങ്ങനെ വലിയ ഹൈപ്പല്ല, കുഴപ്പമില്ലാണ്ട്, അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് നല്ല രുചിയിൽ കഴിക്കുന്നുണ്ട്. അതെ. ഇതെങ്ങനെയാണ് ഇവിടെ ഒരു കട തുടങ്ങാമെന്നുള്ള ഒരു ഐഡിയ ഒക്കെ വന്നത്? കട കൊറോണ സമയത്ത് തുടങ്ങിയതായിരുന്നു. ഇങ്ങനൊരു ഒരു ഗതിയില്ലാത്ത സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ, കയ്യിൽ വേറെ ഫണ്ടൊന്നുമില്ല, അപ്പോൾ ചെറുതായിട്ടൊന്നും തുടങ്ങിയതാണ്. നല്ല നാട്ടുകാരും നല്ല നമ്മുടെ കസ്റ്റമേഴ്സും മീഡിയാസ് എല്ലാവരുടെയും സഹകരണം കൊണ്ട് ഇപ്പോൾ കുഴപ്പമില്ലാത്തൊരു അത്യാവശ്യം നല്ലൊരു രീതിയിൽ പോകുന്നുണ്ട്. അത്യാവശ്യം കുറേ പേര് അന്വേഷിച്ച് വരുന്നുണ്ട്. മീഡിയാസിലൊക്കെ കണ്ടുകൊണ്ട് കുറേ പേര് അവരിപ്പോൾ ഇത് ചെയ്യാനല്ല, നമ്മളൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവരുടെ ഒരു നേരത്തെ ഭക്ഷണം നമ്മുടെ വീട്ടിൽ ഒരു നേരത്തെ അന്നമായിട്ട് തന്നെ പോകുന്നുണ്ട്. കുഴപ്പമില്ലാണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ എല്ലാ തരത്തിലും സപ്പോർട്ടിങ് ഉണ്ട്. എല്ലാവരും അടുത്തുള്ള കടക്കാരായിക്കോട്ടെ, വന്ന കസ്റ്റമേഴ്സ് ആയിക്കോട്ടെ, മീഡിയാസ് ആയിക്കോട്ടെ, അത്യാവശ്യം നല്ല സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അതെ. രണ്ട് മക്കളാണ് അല്ലേ? ഹെൽപ്പ് ചെയ്യാൻ മക്കളും ഉണ്ട്. ഒരാൾ ഇവിടെ ഉണ്ട്, പക്ഷെ ക്യാമറ കണ്ടിട്ട് ഓടിക്കളഞ്ഞ ആൾക്ക് നിൽക്കാനൊക്കെ ഒരു ചെറിയൊരു ചമ്മലെന്നൊക്കെ പറഞ്ഞിട്ട് അല്ലെ? മക്കളും ഉണ്ടല്ലേ? അതെ, മക്കൾ ഫുൾ സപ്പോർട്ട് ഉണ്ട്. രണ്ടാമത്തെ ആളാണ് ഫുൾ ടൈം ഇവിടെ നിൽക്കാറ്. ഇന്ന് നമുക്ക് ക്ലാസ്സിൽ സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉള്ളതുകൊണ്ട് ലേറ്റ് ആവും. അപ്പോൾ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി മൂത്താൾ വന്നതേ ഉള്ളൂ. ഇവളങ്ങനെ ക്യാമറയുടെ മുമ്പിൽ അങ്ങനെ വരാറില്ല, എപ്പോഴും വീട്ടിലാണ് ഉണ്ടാവാറ്. അപ്പോൾ ഇന്നിപ്പോൾ ചെറിയ വീക്കെൻഡിൽ അത്യാവശ്യം തിരക്കുണ്ടാവും. പിന്നെ വെള്ളി ശനി ഞായറൊക്കെ തിരക്കുണ്ടാവും. അതുകൊണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി അവളെ കൊണ്ടുവന്നേ ഉള്ളൂ. എത്ര മണിക്കാണ് കട സ്റ്റാർട്ട് ചെയ്യുന്നത്? 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും. മഴയൊക്കെ ആണെങ്കിൽ തുറക്കാനേ പറ്റാറില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ് മഴയൊക്കെ ആണെങ്കിൽ. അല്ലെങ്കിൽ 4:30 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യും, ഒരു 10-11 മണി വരെയൊക്കെ ഉണ്ടാവും. അത് നടക്കട്ടെ. ചേച്ചിയുടെ ഇവിടെ പ്രിപ്പറേഷൻ ചപ്പാത്തിയിലാണ്. സാധാരണ നമ്മൾ കുബൂസിലൊക്കെയാണ് ഇത് നിർമ്മിക്കുന്നത് കാണുന്നത്. കുബൂസ് അത്ര ആരോഗ്യത്തിന് നല്ലതല്ല എന്നൊരു അറിവും കൂടി കൊണ്ടായിരിക്കും ചേച്ചി ചപ്പാത്തിയിലാണ് ഇത് ഉണ്ടാക്കുന്നത്. ചേച്ചി എന്തൊക്കെയുണ്ട് മറ്റ് സ്പെഷ്യലൊക്കെ എന്താണ് ഇവിടെ? ഇല്ല, ഞങ്ങൾക്ക് ആകെ 3 ഐറ്റം ഉള്ളൂ: ചിക്കൻ റോള്, എഗ് റോള്, ചീസി ബ്രെഡ് ഓംലെറ്റ്. നമുക്ക് മെയിനായിട്ട് 3ഉം അത്യാവശ്യം നല്ലൊരു ഇതിൽ തന്നെ പോകുന്നുണ്ട്. ബ്രെഡ് ഓംലെറ്റ് നമ്മുടെ ഒരു സ്പെഷ്യലായിട്ട് പറഞ്ഞ് അത് കുറച്ചും കൂടി സ്പെഷ്യലായി. ആൾക്കാർ വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു ഇത് ബ്രെഡ് ഓംലെറ്റ് ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അതിന്റെ ചെറിയൊരു റെസിപ്പി കൂടി പറഞ്ഞു കൊടുക്കാം. റെസിപ്പി അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ സ്പെഷ്യൽ അല്ല. നമ്മൾ നൂഡിൽസ് ഒക്കെയാണ് അതിനകത്ത് മിക്സ് ചെയ്യണ നൂഡിൽസ് എന്നേ ഉള്ളൂ. അതിനകത്ത് പിന്നെ നമ്മൾ കൊടുക്കുമ്പോഴത്തേനും അതിൻ്റെതായിട്ടുള്ള ഒരു തീർച്ചയായിട്ടും അത് ഭയങ്കര നമുക്കൊരു കസ്റ്റമർ എന്നുള്ള ഉപരി നമുക്ക് വരണ ഓരോരുത്തരും നമ്മുടെ ഒരു സുഹൃത്തോ നമ്മുടെ ഇതുമായിട്ടാണ് വരുന്നത്. കസ്റ്റമർ ഒരു പ്രാവശ്യം വന്നിട്ടുണ്ടെങ്കിൽ രണ്ടാമത് അവർ വരാൻ വേണ്ടി എന്തായാലും വരുന്നുണ്ട്, മിക്കവരും വരുന്നുണ്ട്. പിന്നെ മിക്കവരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇപ്പോൾ മഴയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തായാലും കട തുറക്കാൻ പറ്റാറില്ല. കുറേ പേര് ഫോൺ നമ്പർ കൊണ്ടുപോയിട്ട് വിളിച്ച് ചോദിച്ചിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല. പിന്നെ സ്വിഗ്ഗിയിലൊക്കെ ഇല്ല, സ്വിഗ്ഗി ഞങ്ങൾ ചെയ്തിട്ടില്ല. പിന്നെ പ്യുവറായിട്ട് സ്ക്യൂസ് ചെയ്യണം, മുസംബി ജ്യൂസാണ് പിന്നെ ഹൈലൈറ്റ് ആയിട്ടുള്ളത്. മധുരമൊന്നും ചേർക്കാണ്ട് പ്യുവറായിട്ട് തന്നെ നമ്മൾ സ്ക്യൂസ് ചെയ്ത് കൊടുക്കണ ജ്യൂസ്. ഈ ഐറ്റമാണ് നമുക്കുള്ളത്. സ്ഥിരം ഇത് കഴിക്കാൻ വേണ്ടി എത്തുന്ന ആൾക്കാരുണ്ട്? സ്ഥിരം എന്ന് പറഞ്ഞാൽ ഡെയിലി അല്ല. ഇപ്പം എല്ലാ ഞായറാഴ്ച വന്നവരുണ്ട്, എല്ലാ തിങ്കളാഴ്ച വന്നവരുണ്ട്. അങ്ങനെ ഓരോ ഡേയ്സിൽ എന്തായാലും വീക്കിലി ഒരു പ്രാവശ്യം എന്തായാലും വരുന്നുണ്ട് എല്ലാവരും.
വീക്കിലി ഒരു പ്രാവശ്യം വരുന്നുണ്ട്. പിന്നെ ഡെയിലി ഇത് കഴിക്കാൻ പറ്റുമെന്നുള്ളത് അറിയത്തില്ല. നമ്മള് ഇപ്പൊ ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്ന രാത്രി കാലം, രാവിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് ടെൻഷൻ ഫ്രീ ആയിട്ട് വന്നിരിക്കാം. പ്രത്യേകിച്ച് ക്യൂൻസ് വാക്ക് വേ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഒരു അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഈ കായലിന്റെ കാറ്റൊക്കെ ഏറ്റ് ചെറിയ ഫുഡ് കഴിച്ച് ഒരു ചായയൊക്കെ കുടിച്ചിരിക്കാൻ പറ്റുന്ന അങ്ങനെ വരുന്ന ആൾക്കാരുടെ സ്റ്റുഡൻസ് ഒക്കെ ഒരുപാട് വരാറുണ്ട്. പിന്നെ ഫാമിലി വരാറുണ്ട്, സ്റ്റുഡൻസ് വരാറുണ്ട്. പിന്നെ ഇവിടുത്തെ ആ ഒരു ഇത് ചെയ്തപ്പോൾ തന്നെ ഇപ്പൊ ആൾക്കാർ കൂടി നന്നായിട്ട് ഇത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം ഇത്രയും ഡെവലപ്ഡ് ആക്കിയല്ലോ. കുറേ നാൾ മുമ്പ് ഞങ്ങളൊക്കെ ഇവിടെ ഷോപ്പ് ഇടുന്ന സമയത്ത് ലൈറ്റ് പോലും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇപ്പോൾ ഒരു പ്രൈവറ്റ് ഒരാളെടുത്തിട്ട് പുള്ളി ഇത് ഫുൾ ഇപ്പം മെയിൻറ്റെയിൻ ചെയ്തു. അപ്പോൾ ഇത്രയും നല്ലൊരു സ്പോട്ട് ആക്കി എടുത്തു. അതുകൊണ്ടാണ് നമുക്കും ധൈര്യമായിട്ട് ഇവിടെ ഇപ്പൊ ഇത്രയും പിന്നെ രാത്രി ആയാലും നമുക്ക് ഒരു ടെൻഷനും ഇല്ലാണ്ട് ഇവിടെ. ഞാനൊക്കെ ഇപ്പോൾ സാറ്റർഡേ സൺഡേ ഒക്കെ ആകുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ലേറ്റ് ആയിട്ടൊക്കെയാണ് പോണത്. പിന്നെ അങ്ങനെ എന്തെങ്കിലും ഒരു ഒക്കേഷനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓണം അല്ലെങ്കിൽ ക്രിസ്മസ് അങ്ങനത്തെ സമയത്ത് മാത്രമേ 2 മണി 3 മണി വരെയൊക്കെ ഞാൻ നിൽക്കാറുള്ളൂ. എപ്പോഴാണെങ്കിലും ഇവിടെ ടൈമിൻ്റെ അല്ല, പ്രൊട്ടക്റ്റഡ് ആണ് നമ്മൾ. ഓക്കെ, താങ്ക് യു. പിന്നെ വിദ്യ ചേച്ചിയാണ് നമ്മളോട് സംസാരിച്ചത്. ചേച്ചിയുടെ കടയുടെ വിശേഷങ്ങളെ കുറിച്ചൊക്കെ പറയുകയായിരുന്നു. അപ്പോൾ എന്തായാലും ഇങ്ങനെ ഒരു സ്പെഷ്യൽ ചീസ് ഓംലെറ്റ് കഴിക്കാൻ ആഗ്രഹിക്കുന്നവർ ഇവിടെ എത്തിയാൽ നല്ല ചേച്ചിയുടെ സ്നേഹത്തോടു കൂടിയുള്ള ഒരു ഓംലെറ്റ് നിങ്ങൾക്ക് ലഭിക്കും. ക്യാമറാമാൻ KP ധനേഷിനോടൊപ്പം നവമി ദിനേശ്, News 18 കൊച്ചി.